നോമ്പ് കാലഘട്ടം ദൈവത്തോട് ചേർന്ന് നിത്യതയിലേക്കുള്ള യാത്ര. നോമ്പ് കാലഘട്ടം ദൈവത്തോട് ചേർന്ന് നിത്യതയിലേക്കുള്ള യാത്ര. ധനവാനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ക്രിസ്തുവിനെ കാണുവാൻ വരുന്നുണ്ട്. സമ്പന്നനായ ഈ മനുഷ്യന്റെ ആവശ്യം നിത്യജീവൻ പ്രാപിക്കണം എന്നതാണ്. കർത്താവിന്റെ അരികിൽ കടന്നു വന്ന് അവൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവിനോട് പറയുന്നു, നീ കൽപ്പനകൾ അനുസരിച്ചാൽ മതി. വേദപുസ്തകം എന്താണോ നിന്നോട് പറയുന്നത് നീ അത് അനുസരിക്കുക. അവൻ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഞാൻ അതെല്ലാം അനുസരിക്കുന്നുണ്ട്. ഇതുവരെയും എന്തൊക്കെയാണോ വചനം പറഞ്ഞത് അതെല്ലാം കൃത്യമായിട്ട് ഞാൻ അനുസരിക്കുന്നവനാണ്. ക്രിസ്തു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുക, എന്നാൽ നിനക്ക് സ്വർഗരാജ്യം ലഭിക്കും. നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് നിന്റെ സമ്പത്താണ്. എങ്ങനെയാണ് ഈ മനുഷ്യന്റെ സമ്പത്ത് അവന്റെ കുറവായിട്ട് മാറിയത്? അവന്റെ സമ്പത്ത് അവന് കുറവായി മാറിയത് ദൈവരാജ്യത്തെക്കാൾ അധികമായി അവൻ സമ്പത്തിന് പ്രാധാന്യം നൽകി എന്നതുകൊണ്ടാണ്. കർത്താവ് ഇത്രയേ പറയുന്നുള്ളൂ, എന്തിനാണ് നിന്റെ ജീവിതത്തിൽ നീ പ്രാധാന്യം നൽകുന്നത്? നിത്യജീവിതത്തിനാണോ? ഭൂമിയിലെ നിന്റെ സമ്പത്തിനാണോ? ഭൂമിയിലെ സമ്പത്തിനാണ് നീ പ്രാധാന്യം നൽകുന്നുവെങ്കിൽ നിത്യരാജ്യത്തിന് വേണ്ടി നിനക്ക് ഒരുങ്ങുവാൻ കഴിയില്ല. നിത്യരാജ്യം നിനക്ക് പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ സമ്പത്തിനേക്കാൾ അധികമായി നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കഴിയണം. പ്രിയ ദൈവജനമേ, ഈ നോമ്പിന്റെ കാലഘട്ടം നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങേണ്ടുന്ന കാലമാണ്. ദൈവത്തോട് ചേർന്ന് നിത്യതയിലേക്കുള്ള പ്രയാണത്തിന്റെ കാലഘട്ടം. നാം എന്തിനാണ് ഈ ഭൂമിയിൽ പ്രാധാന്യം നൽകുന്നത്? ചിലർക്കൊക്കെ സമ്പത്തായിരിക്കാം പ്രാധാന്യം, ചിലർക്ക് കുടുംബമായിരിക്കാം പ്രാധാന്യം, ചിലർക്ക് വ്യക്തിബന്ധങ്ങളാണ് പ്രാധാന്യം, ചിലർക്ക് ചില അധികാരങ്ങളാണ് പ്രാധാന്യം. ഇതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തിന്, നിത്യരാജ്യത്തിന് പ്രാധാന്യം നൽകുമ്പോഴാണ് നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രയാണം അർത്ഥവത്തായി തീരുന്നത്. കർത്താവിനോട് ചേർന്ന് നിത്യതയെ ലക്ഷ്യമാക്കി പ്രാർത്ഥനയോടെ യാത്ര ചെയ്യുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.